Namaskaram, my dear ones. This is Nishant Raghunath from Kaidu and welcome to a new video. ഈ വീഡിയോയിൽ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈയിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് സെക്ഷനിലെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. അവിടെ നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷൻ 13 പ്ലേസ് ഓഫ് സപ്ലൈ വെൻ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓർ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഇസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒന്നില്ലെങ്കിൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ സപ്ലയർ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എങ്ങനെ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കും എന്നുള്ള സെക്ഷൻ 13 പറയുന്നു. ഓൾസോ നമുക്കൊരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ട്, ദാറ്റ് സെക്ഷൻ 14. അത് നമ്മൾ ഇതിന്റെ അവസാനം നമ്മൾ കാണുകയും ചെയ്യും. ഓക്കെ, OIDR സർവീസിനെ പറ്റിയുള്ള കാര്യം നമ്മൾ ഇതിന്റെ അവസാനം സെക്ഷൻ 13 അവസാനം കാണുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഇസ് ദ കേസ് വെയർ ഒന്നില്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഇസ് ഔട്ട്സൈഡ് ഇന്ത്യ. സെക്ഷൻ 13 ആണ്, 13(1) ഓഫ് IGST ആക്ട് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, 13 ഇതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ 13(1) പറയുന്നു ഒന്നില്ലെങ്കിൽ സപ്ലയറോ അല്ലെങ്കിൽ റെസിപ്പിയൻ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം, ഈ പറയുന്ന റൂൾസ് പ്രകാരം വേണം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് സെക്ഷൻ 13(2) to 13(10) പിന്നെ നമുക്കൊരു വേറെ 2 സ്പെഷ്യൽ ഐറ്റംസും കൂടി ഉണ്ട്. ഇപ്പം മൊത്തം പറഞ്ഞ ഒരു 10 ഐറ്റംസ് ഒക്കെ എടുത്ത് പഠിക്കാനുണ്ട്. ഇപ്പൊ 13(2) ഇസ് ദ ഡിഫോൾട്ട് പൊതുവേ ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് നമുക്ക് നമ്മുടെ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ, ഇപ്പോൾ റെസിപ്പിയന്റ് ഇംഗ്ലണ്ടിലാണ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, തമിഴ്നാട്ടിലാണ്, ഓക്കെ, ബോംബെയിലാണ്, മഹാരാഷ്ട്രയിലാണ്, വേറെ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ നമുക്ക് അറിയാമെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇസ് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ്. ഇനി റെസിപ്പിയന്റ് ലൊക്കേഷൻ അറിയില്ലേ, അങ്ങനെയെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ അറിയില്ല, അങ്ങനെയെങ്കിൽ എന്താ സംഗതി, പ്ലേസ് ഓഫ് സപ്ലയർ ആണ്. എവിടെയാണ് സപ്ലയർ, ലൊക്കേഷൻ ഓഫ് സപ്ലയർ എവിടെയാ, അതാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് സെക്ഷൻ. ഡിഫോൾട്ട് സെക്ഷനിൽ അറിയാലോ, സ്പെഷ്യൽ സെക്ഷൻസിൽ പറയുന്നത് അതായത് 3, 4, 5, 6, 7, 8, 9, 10 അത് ഈ അടിയിൽ പറയുന്നത് ഒന്നിലും പെടില്ലെങ്കിൽ മാത്രമേ നമ്മൾ 2ലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 3 എന്താ നോക്കാം. സെക്ഷൻ 13 സബ്സെക്ഷൻ 3A, അതിൽ 3A പറയുന്നു വെൻ ഗുഡ്സ് ആർ ഫിസിക്കലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ സർവീസ് റെസിപ്പിയന്റ് ടു ദ സർവീസ് പ്രൊവൈഡർ. അത് എനിക്ക് സർവീസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗുഡ്സ് കൊണ്ടുപോയിട്ട് എൻ്റെ ഈ സർവീസ് പ്രൊവൈഡർ എടുത്തുകൊണ്ടേ കൊടുക്കുന്നു. അപ്പോൾ സർവീസ് പ്രൊവൈഡറിന് ഇപ്പോൾ ഒരു സർവീസ് സെന്റർ ഉണ്ടാവാം, ആ സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ഗുഡ്സ് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ ഗുഡ്സിന്റെ പുറത്ത് ആ സർവീസ് സെന്ററിൽ വെച്ച് ഈ സപ്ലയർ എനിക്ക് സർവീസ് തരുന്നു. അങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഓടിച്ചൊരു സർവീസ് സെന്ററിൽ കയറ്റി, അവിടെ നിന്ന് സർവീസ് വന്നു, നിങ്ങൾ പോയി. പക്ഷേ ദിസ് ഇസ് കേസ് ഫോർ ലൊക്കേഷൻ ഓഫ് സർവീസ്, ലൊക്കേഷൻ ഓഫ് സപ്ലയർ, ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനത്തെ ഒരു കേസാണ്. അപ്പൊ എങ്ങനെ വരികയാണെങ്കിലും എവിടെ സത്യം പറഞ്ഞാൽ പ്ലേസ് സപ്ലൈ വരണ്ടേ, ആ ഗുഡ്സിന്റെ പുറത്ത് സർവീസ് പെർഫോം ചെയ്യുന്ന സ്ഥലം, ആ ഗുഡ്സിന്റെ പുറത്ത് പ്ലേസ് ഓഫ് സർവീസ് പെർഫോം ചെയ്യുന്ന സ്ഥലം. സോ പ്ലേസ് ഓഫ് പെർഫോമൻസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഈ നെക്സ്റ്റ് വൺ, സർവീസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് ഇലക്ട്രോണിക് മീൻസ് ഇൻ റിലേഷൻ ടു ടാഞ്ചിബിൾ ഗുഡ്സ്. അത് എന്റെ കമ്പ്യൂട്ടറിന്റെ സർവീസ് വേണം, അത് പക്ഷെ ഓൺലൈനിലൂടെ ചെയ്തു തരാൻ പറ്റും, ഇലക്ട്രോണിക്കലി ചെയ്തു തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയാണോ ഗുഡ്സ് ഇരിക്കണേ അത്. ഇപ്പൊ എന്റെ ഗുഡ്സ് എന്റെ ഓഫീസിൽ ഇരിക്കുക, എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇവിടെ സർവീസ് ചെയ്ത് തന്നു, മനസ്സിലായോ? പ്ലേസ് ഓഫ് പ്ലേ ഏതാ, ഇവിടെ. ക്ലിയർ. നെക്സ്റ്റ് 13(3)(b) എന്താ പറയുന്നത്, സർവീസസ് പ്രൊവൈഡഡ് ടു ഇൻഡിവിജ്വൽ ഹൂ ഇസ് സർവീസ് റെസിപ്പിയന്റ് ആൻഡ് ഹാസ് ടു ബി ഫിസിക്കലി പ്രസന്റ് വിത്ത് ദ സപ്ലയർ. അതായത് ആർക്കാണോ സർവീസ് കൊടുക്കുന്നത് ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അയാളുടെ ഒരു ഏജന്റ്, അയാളുടെ ബിഹാഫിലുള്ള ഒരാൾ, അവര് ഫിസിക്കലി പ്രസന്റ് ആവണം സർവീസ് നടത്തുന്ന സ്ഥലത്ത്. കാരണം അവർക്കാണ്, ആ വ്യക്തിക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി ഫിസിക്കലി പ്രസന്റ് ആണെങ്കിൽ മാത്രമേ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയായിരിക്കും പ്ലേസ് ഓഫ് സർവീസ്? ഇതേപോലെ തന്നെ പ്ലേസ് ഓഫ് പെർഫോമൻസ്, ഗുഡ്സ് കൊണ്ടേ കൊടുക്കുന്ന കേസ് പോലെ തന്നെ. ഇനി 13(4) സർവീസ് പ്രൊവൈഡഡ് ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് സർവീസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തേക്കുള്ള ഒരാൾ ഇന്ത്യയിലുള്ള ഒരു പ്രോപ്പർട്ടിക്ക് റെസിപ്പിയന്റായി ഞാൻ ഇന്ത്യയിൽ എന്റെ വീടിന് വേണ്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് സർവീസ് തരികയാണെങ്കിൽ എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ? എവിടെയാണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇരിക്കണേ അവിടെ. അപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്നിട്ട് അമേരിക്കയിലുള്ള ഒരാൾക്ക് ഞാൻ അയാളുടെ വീടിന്റെ അല്ലെങ്കിൽ അയാളുടെ ഓഫീസിന്റെ അയാളുടെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കണം. ഡിസൈനിങ്ങോ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്? ആ കെട്ടിടം എവിടെ ഇരിക്കണം അവിടെ. ഇനി തിരിച്ചാവും അമേരിക്കയിൽ കിടക്കുന്ന ഒരാൾ, അയാൾ അമേരിക്കയിൽ രജിസ്റ്റേർഡ്, അയാൾ ഇന്ത്യയിൽ കേരളത്തിൽ എന്റെ ഓഫീസിന്റെ ഡിസൈനിങ് ആണ് ചെയ്തിരുന്നെങ്കിൽ പ്ലേസ് ഓഫ് പ്ലേ എവിടെയാണ്? എന്റെ ഓഫീസ് എവിടെയാണോ അവിടെ. ഇനി 13(5) സർവീസസ് ബൈ വേ ഓഫ് അഡ്മിഷൻ ടു ഓർ ഓർഗനൈസേഷൻ ഓഫ് ഈവന്റ്സ് ഓർ പാർക്സ് ആൻഡ് ആൻസിലറി സർവീസസ്. അതൊന്നും ഒരു പരിപാടിയുടെ, ഒരു ഈവന്റിന്റെ സെറ്റപ്പ്, ഒരു പാർക്കിന്റെ സെറ്റപ്പ്, ഒരു വലിയൊരു എക്സിബിഷന്റെ സെറ്റപ്പ്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഓക്കെ, അതിന്റെ സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓർഗനൈസേഷൻ ആട്ടോ. ഇനി അത് മാത്രമല്ല, അതിലേക്കുള്ള അഡ്മിഷൻ, അതിലേക്ക് ടിക്കറ്റ് കിട്ടുന്നതാണെങ്കിലും, ഒരു ഈവന്റിലേക്കോ പാർക്കിലേക്കോ ആൻസിലറി സർവീസിലേക്കോ ആണെങ്കിൽ എവിടെയായിരിക്കും പ്ലേസ് ഓഫ് പ്ലേ? ആ ഈവന്റ് എവിടെയാണോ, ആ പാർക്ക് എവിടെയാണോ അവിടെ. ക്ലിയർ. നെക്സ്റ്റ് 13(6) പറയുന്നു സർവീസസ് ആസ് പെർ 345. 345 ഇത് 3 പ്രകാരമുള്ള സർവീസ്, പക്ഷെ പല പല സ്ഥലങ്ങളിൽ കൊടുക്കുന്നു. അതിൽ ഒരെണ്ണം ടാക്സബിൾ ടെറിട്ടറിയാണ്. അപ്പോൾ ഞാൻ സർവീസ് കൊടുക്കുക, ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ 3ലുള്ള കണക്കിനായിരിക്കാം,
അല്ലെങ്കിൽ 4 ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ 5 പറയുന്ന ഒരു ഈവെന്റിനായിരിക്കാം. അപ്പം എൻ്റെ ക്ലയൻറ്റ് വന്നു, ഈ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സർവീസ് കൊടുക്കുക. കുറച്ച് ഒരു സർവീസ് ഞാൻ ഇന്ത്യയെ കൊടുത്തു, വേറൊരു സർവീസ് അമേരിക്കയെ കൊടുത്തു, വേറൊരു സർവീസ് ഞാൻ ശ്രീലങ്കയെ കൊടുത്തു. അപ്പോൾ ഒരു സ്ഥലം ടാക്സിബിൾ ടെറിട്ടറി ആയിരുന്നില്ലേ, ഇന്ത്യയെ കൊടുത്തില്ലേ? അപ്പോൾ ഈ 3 സർവീസിനെ സംബന്ധിച്ച്, അമേരിക്കയെ കൊടുത്താലും ശരി, ശ്രീലങ്കയെ കൊടുത്താലും ഇന്ത്യയെ കൊടുത്താലും ശരി, അതിനെല്ലാത്തിനെ സംബന്ധിച്ച് പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ഇന്ത്യ. ആ ഒരു ടാക്സിബിൾ ടെറിട്ടറി വന്നില്ലേ കേസിൽ, ആ ഒറ്റ ടാക്സിബിൾ ടെറിട്ടറി ആയിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ. മനസ്സിലായോ? അപ്പോൾ ടാക്സിബിൾ ടെറിട്ടറി കയറി വന്നു, ബാക്കി ഒന്നും നോൺ ടാക്സിബിൾ ടെറിട്ടറി ആണെങ്കിൽ എല്ലാം കൂടെ ആ ടാക്സിബിൾ ടെറിട്ടറിയിലേക്ക് കയറി വരും. ഇനി ശ്രീലങ്കയിൽ കിടക്കുന്ന ആർക്കിടെക്ട് എൻ്റെ കേരളത്തിലുള്ള ഓഫീസ്, ഞാൻ തമിഴ്നാട്ടിൽ എനിക്ക് തമിഴ്നാട്ടിൽ ഒരു ഓഫീസ് ഉണ്ട്, ആന്ധ്രാപ്രദേശിൽ ഓഫീസ് ഉണ്ട്. എൻ്റെ ഈ 3 സ്റ്റേറ്റുകളിലെയും ഓഫീസുകളുടെ ഡിസൈനിങ് ശ്രീലങ്കയിൽ കിടക്കുന്ന ഒരു ആർക്കിടെക്ട് ചെയ്തത് 3 സ്ഥലങ്ങളിൽ. സോ സർവീസസ് ആസ് പെർ 3, 4, 5 ബട്ട് ഇൻ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി തരുന്ന സർവീസിന് വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂവിനെ എടുത്ത് ഒരു ഇക്വിറ്റബിൾ പ്രൊപ്പോർഷനിൽ ഞാൻ കേരളത്തിലേക്ക് ഇത്ര, തമിഴ്നാട്ടിലേക്ക് ഇത്ര, ആന്ധ്രാപ്രദേശിലേക്ക് ഇത്ര ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ കേരളത്തിൽ വരും, തമിഴ്നാട്ടിൽ വരും, ആന്ധ്രാപ്രദേശിൽ വരും. മനസ്സിലായോ? ഇനി 13(8) ചില സ്പെഷ്യൽ സർവീസുകൾ ഇവിടെ. സർവീസ് ബൈ ബാങ്ക് ഓർ NBFC ടു അക്കൗണ്ട് ഹോൾഡേഴ്സ്, സർവീസ് ഓഫ് ഇന്റർമീഡിയറി സർവീസ് നേച്ചർ, സർവീസ് ഓഫ് ഹയറിംഗ് ട്രാൻസ്പോർട്ട് അതർ ദാൻ എയർക്രാഫ്റ്റ് വെസൽസ് എക്സെപ്റ്റ് യാട്ട്. അതായത് എയർക്രാഫ്റ്റും വെസലും ഒഴികെയുള്ള ട്രാൻസ്പോർട്ട് സർവീസസ് ഞാൻ ഹയർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ വെസൽസ് എന്ന് പറഞ്ഞു എക്സെപ്റ്റ് യാട്ട്, വെസൽസിൽ യാട്ട് പെടില്ല. അപ്പോൾ യാട്ട് എടുക്കുകയാണെങ്കിലും ഈ 13(8) തന്നെ വരും. ഓക്കെ, അപ്പോൾ എയർക്രാഫ്റ്റും വെസലിൽ യാട്ട് പെടില്ല, അപ്പോൾ യാട്ട് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എയർക്രാഫ്റ്റും വെസലും ഒഴികെയുള്ള എല്ലാ ട്രാൻസ്പോർട്ട് ഹയറിംഗ് സർവീസസ് 1 മാസം വരെ ഹയർ ചെയ്യുകയാണെങ്കിൽ 13(8) വരും. ഇനി 1 മാസത്തിന് മുകളിൽ വന്നെന്ന് സംഭവിക്കും, 13(2) പോകും. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സർവീസ് ബൈ ബാങ്ക് ഓർ NBFC ടു അക്കൗണ്ട് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർമീഡിയറി സർവീസസ്, ആൻഡ് ഫൈനലി സർവീസസ് ഓഫ് ഹയറിംഗ് ട്രാൻസ്പോർട്ട് അപ് ടു എ പീരിയഡ് ഓഫ് 1 month ആൻഡ് ഇറ്റ് ഷുഡൻ ബി എയർക്രാഫ്റ്റ് ഓർ വെസൽ. 1 മാസത്തേക്ക് നമ്മൾ സർവീസ് ഓഫ് ഹയറിംഗ് ട്രാൻസ്പോർട്ട് നടത്തുകയാണ്, എയർക്രാഫ്റ്റും വെസലും അല്ലെങ്കിൽ 13(8) വരും. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആണ്. ഇവിടെ മാത്രമേ കുറച്ച് യൂണീക്ക് ആയിട്ട് ചിന്തിക്കേണ്ടത്. നമ്മളപ്പോൾ ആയിരിക്കും സർവീസ് കിട്ടുന്നത് റെസിപ്പിയന്റിനല്ലേ, അപ്പോൾ സാറേ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് അല്ലേ വരേണ്ടതെന്ന്. അല്ല, ഈ സ്പെസിഫൈഡ് സർവീസ് ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ? അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു ബാങ്ക് പുറത്തുള്ള ഒരു എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണ്, സർവീസ് കൊടുക്കുകയാണെങ്കിൽ ബാങ്കിന്റെ ലൊക്കേഷൻ അവിടെ ഇന്ത്യയിലല്ലേ, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. മനസ്സിലായോ? ക്ലിയർ? ഇനി 13(9) ഇത് ഇപ്പോഴത്തെ ഒമിറ്റ് ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അതർ ദാൻ മെയിൽ ഓർ കൊറിയർ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു ഗുഡ്സ് ഇങ്ങോട്ടേക്ക് കൊറിയർ വന്നു, അങ്ങനെ വരികയാണെങ്കിൽ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഇപ്പോൾ ഇത് ഒമിറ്റ് ചെയ്തത് കാരണം, ഇപ്പോൾ എടുത്ത് കളഞ്ഞത് കാരണം 13(2) പ്രകാരമാണ് വേണ്ടത്. റെസിപ്പിയന്റ് കേരളത്തിലാണോ, അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? കേരളം. ഓക്കെ, എനിക്ക് റെസിപ്പിയന്റ് ലൊക്കേഷൻ അറിയില്ലേ, അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? ലൊക്കേഷൻ സപ്ലൈയർ. ഇവിടെ റെസിപ്പിയന്റ് സ്ഥലം അറിയാതെ വരില്ല, കാരണം കൊറിയർ ചെയ്യുമ്പോൾ അഡ്രസ്സിലേക്കല്ലേ പോണേ, അപ്പോൾ സ്ഥലം അറിയാലോ. അപ്പോൾ വിത്ത് എഫക്ട് ഫ്രം 1/10/2023 ഇത് ഒമിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 13(2) പ്രകാരമാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് 13(10) പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്. എന്താണ്? ഞാൻ ഫ്ലൈറ്റ് കയറി ജപ്പാനിൽ നിന്ന് കേരളയിലേക്ക്, എവിടെയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയായിരിക്കും? നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോകുന്നതാണെങ്കിൽ എങ്ങനെയാണ്? പ്ലേസ് വെയർ കണ്ടിന്യൂസ് ജേർണി സ്റ്റാർട്ട്സ് അല്ലേ, വെയർ പാസഞ്ചർ എംബാർക്സ്, സ്റ്റാർട്ട് ചെയ്യുന്നു പാസഞ്ചർ കൺവെയൻസ് ഫോർ കണ്ടിന്യൂസ് ജേർണി. എവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. കണ്ടിന്യൂസ് ജേർണിയുടെ ഫ്ലൈറ്റ് കയറുന്നത് എവിടെ നിന്നാണ്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇപ്പോൾ ജപ്പാനിൽ നിന്ന് മലേഷ്യയിൽ നിർത്തിയിട്ട് മലേഷ്യയിൽ നിന്ന് ചേഞ്ച് ഓവർ ചെയ്തിട്ടായിരിക്കും കേരളത്തിലേക്ക് തന്നെ, വിഷയമില്ല. പ്ലേസ് ഓഫ് പ്ലേസ് ജപ്പാൻ, കണ്ടിന്യൂസ് ജേർണി അല്ലേ അത്. ഇനി നെക്സ്റ്റ് സർവീസസ് പ്രൊവൈഡഡ് ഓൺ ബോർഡ് ഓഫ് കൺവെയൻസ്. ഞാൻ ഈ ഫ്ലൈറ്റിൽ വരുന്ന വഴി, ജപ്പാനിൽ നിന്ന് വരുന്ന വഴി എനിക്ക് നെറ്റ്ഫ്ലിക്സ് കാണാൻ സമ്മതിച്ചു, നെറ്റ്ഫ്ലിക്സ് കണ്ടു, അങ്ങനെയാണ് ആ സർവീസിന് എൻ്റെ 500 രൂപ മേടിച്ചു. പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാ? പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാ? ഫസ്റ്റ് ഷെഡ്യൂൾ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. ഈ ഫ്ലൈറ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത്? ഫ്ലൈറ്റ് തുടങ്ങിയത് നോക്കിയപ്പോൾ സിംഗപ്പൂരിൽ തുടങ്ങി, അപ്പോൾ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. മനസ്സിലായോ? ആൻഡ് ഫൈനലി OIDAR സർവീസസ്. ഞാൻ ഇവിടെ കൊച്ചിയിൽ ഇരുന്ന് നെറ്റ്ഫ്ലിക്സ് ഇരുന്ന് കാണാം, അല്ലെങ്കിൽ HBO ഇരുന്ന് കാണുക, അല്ലെങ്കിൽ ഞാൻ ആമസോൺ പ്രൈം ഇരുന്ന് കാണാം. ഇതൊക്കെ അമേരിക്കയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനീസ് അല്ലേ, സപ്ലയർ ഇന്ത്യയുടെ പുറത്തല്ലേ നെറ്റ്ഫ്ലിക്സ് ഒക്കെ. അപ്പോൾ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ഈ TV കണക്ഷൻ അല്ലേ ഞാൻ എടുത്തേക്കണേ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കണക്ഷൻ അല്ലേ, അല്ലെങ്കിൽ മൊബൈൽ കണക്ഷൻ അല്ലേ, എന്തെങ്കിലും കണക്ഷൻ വഴിയാണ് എടുത്തേക്കണേ. ഞാൻ എവിടെയാണോ അത് തന്നെ, ഞാൻ എവിടെ ഇരുന്നാണോ കാണുന്നത് അത് തന്നെ. മനസ്സിലായോ? ഇത്രയുള്ളൂ സംഗതി. യെസ്. ഇനി ഇതിലൊന്നിലും പെടില്ലെങ്കിൽ 13(2) എവിടെയാണോ റെസിപ്പിയന്റ് അവിടെ. ഇനി റെസിപ്പിയന്റ് അഡ്രസ് അറിയില്ലേ, സപ്ലയറിന്റെ സ്ഥലം. ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ 3 നമ്മൾ കണ്ടു, ഞാൻ എൻ്റെ വണ്ടി കൊണ്ടേ കൊടുക്കണം സർവീസ്, അല്ലെങ്കിൽ എൻ്റെ ഗുഡ്സ് കൊണ്ടേ കൊടുക്കണം സർവീസ് ചെയ്യാൻ. അങ്ങനെയാണ് ഈ സർവീസ് എവിടെയാണ് നടക്കുന്നത് അത്. ഇനി ഞാൻ അല്ലെങ്കിൽ സർവീസ് കിട്ടുന്ന എൻ്റെ ഏജന്റ് ഫിസിക്കലി പ്രസന്റ് ആണോ, അങ്ങനെയാണെങ്കിലും പ്ലേസ് ഓഫ് പെർഫോമൻസ്. ഇനി ഇന്റർനെറ്റ് വഴി എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ നന്നാക്കി തരികയാണ്, അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ എവിടെ ഇരിക്കണേ, അത് അവിടെ. 13(4) പറഞ്ഞു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ബന്ധത്തിൽ എന്തെങ്കിലും സർവീസ് തരികയാണെങ്കിൽ എവിടെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അത് തന്നെ.
ഈവന്റ്, പാർക്ക്, അതിന്റെ ആൻസിലറി സർവീസ്, ഒരു കല്യാണ പരിപാടി നടത്തി, എന്തെങ്കിലും ഒരു ഈവന്റ് ഹാൾ എടുത്ത് പരിപാടി നടത്തി, വാട്ട് എവർ ഇറ്റ് ഇസ്, എവിടെയാണോ ഈവന്റ് എവിടെയാണോ പാർക്ക് അത് തന്നെ. ഇനി 3, 4, 5 പ്രകാരമുള്ള സർവീസ് പല പല സ്ഥലങ്ങളിൽ കൊടുത്തു. അതിൽ ഒരെണ്ണം ടാക്സബിൾ ടെറിട്ടറിയും ബാക്കിയെല്ലാം നോൺ ടാക്സബിൾ ടെറിട്ടറിയും. അങ്ങനെയാണെങ്കിൽ അവരൊറ്റ ടാക്സബിൾ ടെറിട്ടറിയും പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി 4 സ്ഥലങ്ങളിൽ കൊടുത്തു, 4 സ്ഥലവും പ്ലേസ് ഓഫ് സപ്ലൈ നടത്തിയിട്ടുള്ള സ്ഥലം ടാക്സബിൾ ടെറിട്ടറി, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക. അങ്ങനെയാണ് എന്ത് ചെയ്യണം, ആ മൊത്തം സർവീസ് എടുത്ത് 4 സ്ഥലത്തേക്കും വീതിച്ചു കൊടുക്കണം, ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ കോൺട്രാക്റ്റിൽ പറയണ്ടാവുമല്ലോ. ഇനി സ്പെഷ്യൽ സർവീസ്, ബാങ്ക് ഓർ NBFC ടു അക്കൗണ്ട് ഹോൾഡേഴ്സ്, ഇന്റർമീഡിയറി സർവീസ്, 1 മാസത്തേക്ക് വണ്ടിയുടെ സർവീസ് എടുക്കണം, ഹയറിംഗ്. പക്ഷെ വണ്ടി ഹയറിംഗ് എടുക്കുമ്പോൾ എയർക്രാഫ്റ്റ് വെസലോ ആവരുത്, യാട്ടാവാം. അങ്ങനെയാണ് ഇവിടെ പ്ലേസ് സപ്ലൈ. ഓൺലി യൂണിക് പ്ലേസ് വെയർ ലൊക്കേഷൻ ഓഫ് സപ്ലയർ കംസ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എടുത്ത് കളഞ്ഞു, അപ്പോൾ 13(2) പ്രകാരം പോകും. റെസിപ്പിയന്റിന്റെ സ്ഥലം അറിയോ അവിടെ. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, എവിടെ നിന്നാണോ അയാൾ ആദ്യം വണ്ടി കയറുന്നത്. ഇനി ആ വണ്ടിയിൽ ഇരുന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ്, അതിൽ നിന്ന് കിട്ടുന്ന ഇപ്പം നെറ്റ്ഫ്ലിക്സ് കാണാൻ സംഭവിച്ചു, അല്ലെങ്കിൽ വേറെ വാട്ടർ ഇട്ടസ്, ഫ്ലൈറ്റ് എവിടെ നിന്നാണ് ആദ്യം ടേക്ക് ഓഫ് ചെയ്തത് അത്. OIDR സർവീസ്, നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ എവിടെ വരും, ഞാൻ എവിടെ നിന്നാണ് നെറ്റ്ഫ്ലിക്സ് ആണ് അവിടെ. അപ്പം നെറ്റ്ഫ്ലിക്സ് അമേരിക്കയാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ് കാണുന്നത്, പ്ലേസ് ഓഫ് പ്ലേസ് എൻ്റെ സ്ഥലം. ക്ലിയർ? അപ്പോൾ അത്രേ ഉള്ളൂ സെക്ഷൻ 13. എനിക്ക് തോന്നുന്നു എന്നോട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് GSTയുടെ വീഡിയോ റിക്വസ്റ്റ് ചെയ്തേക്കണം ഓർമ്മ ചെയ്താൽ ഈ സെക്ഷൻ 13 പാർട്ട് 3 ഓഫ് ഇത് ഇടാനായിട്ട്. ഞാൻ പ്രോമിസ് ചെയ്തതിനെക്കാട്ടും കുറച്ച് ഡിലേ ആയിപ്പോയി, ആൻഡ് ഐ എം സോറി ഫോർ ദാറ്റ്. എൻ്റെ ഷെഡ്യൂൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഐ ട്രൈ മൈ ബെസ്റ്റ് ടു സ്റ്റേ ഓൺ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ടൈമിനനുസരിച്ച് ഇടാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല, കാരണം ഷെഡ്യൂൾ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഐ ഗെസ് യു ആർ ഹാപ്പി റൈറ്റ് നൗ. സംഗതി കിട്ടിയില്ലേ? അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതോടുകൂടെ നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള സിലബസ് കഴിഞ്ഞു. കഥം. ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്, പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ഐ എം ഓൾവേസ് അവൈലബിൾ. ഞാൻ അങ്ങനെ പറയുന്നില്ല, ഐ എം ഓൾവേസ് അവൈലബിൾ എന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാം, നിങ്ങളുടെ ക്വയറീസ് ഞാൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ വേറെ വല്ലതുണ്ടോ? ഇല്ല, വേറെ ഇല്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. That's it. This is Nishant Raghunath signing off, wishing you the very best for your upcoming exams. All the very best. Write well, do well, succeed in your life. Bye-bye.